Hi dear friends, in this video we are going to solve some more problems in support reactions. Okay, about module 2 part 1 video already uploaded ആണ്. ആ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക. മൊഡ്യൂൾ പാർട്ട് 1 ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളിനി ചെയ്യുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഒരു ബീമിൽ വന്നാൽ എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നും ഇതിൽ പിന്നെയുള്ള കുറച്ച് വെറൈറ്റി ഓഫ് പ്രോബ്ലംസും കുറച്ച് യൂണിവേഴ്സിറ്റി പ്രോബ്ലംസുമാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രോബ്ലം നോക്കുക. ഈ പ്രോബ്ലത്തിൽ എ ബി എന്ന് പറഞ്ഞ ബീമിലെ ഒരു പോയിന്റ് ലോഡ് 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. 5 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു UDL ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, 5 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിൽ 5 ന്യൂട്ടൺ ലോഡ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എത്ര മീറ്റർ ലെങ്ത് ഉണ്ട്? 4 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ടോട്ടൽ C to B 4 മീറ്റർ ലെങ്ത്തിലെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു 5 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ ലോഡാണ് എവിടെ ആക്ട് ചെയ്യുന്നത്? C തൊട്ട് B വരെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് റിയാക്ഷനിലൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ ബീം. അപ്പോൾ ഫസ്റ്റ് വി വാണ്ട് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബീം. ഫസ്റ്റ് there is a support, hinge support. We have two reaction, one reaction at vertical RAV and one reaction at horizontal RAH. Then after 2 meter there is one point load that is 10 Newton. Then C to B 4 meter length there is uniformly distributed load. We have to convert this uniformly distributed load into a point load. ഈ ഫുൾ ലോഡിനെ നമുക്കൊരൊറ്റ പോയിന്റ് ലോഡാക്കണം. ആ പോയിന്റ് ലോഡിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 40 ആണ്, വിച്ച് വിൽ ബി ആക്ടിങ് ത്രൂ ദ സെൻട്രോയിഡ് ഓഫ് CB. ഈ CB എന്നുള്ള ലെങ്ത്തിലാണ് UDL ഉള്ളത്. ഈ CBൻ്റെ സെൻട്രോയിഡ് പറഞ്ഞാൽ CB ലെങ്ത്തിൻ്റെ കറക്റ്റ് ഹാഫിലാണ് ഈ ടോട്ടൽ ലോഡ് ദാറ്റ് ഈസ് 40 ന്യൂട്ടൺ ആക്ട് ചെയ്യാം. ഈ പോയിന്റിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കുക, ദാറ്റ് ഈസ് D. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് 2 മീറ്റർ ആണ്. ലാസ്റ്റ് വി ഹാവ് എ സപ്പോർട്ട് ദാറ്റ് ഈസ് റോളർ സപ്പോർട്ട് ഹാവ് എ സിംഗിൾ റിയാക്ഷൻ ദാറ്റ് ഈസ് RB. Now we have to apply the equilibrium equations such as sigma H is equal to 0. There is only one horizontal force that is RAH. Therefore RAH is equal to 0. The next equilibrium equation is sigma V equal to 0, which means sum of all the vertical force. It can also represented as Fy. Sum of all the vertical force is equal to 0. There are 4 vertical forces, therefore we can write RAV upward direction, therefore positive RAV, downward 10 kilonewton minus 10 Newton minus 10 minus 40 plus RB. Upward forces are taken as positive and downward forces are taken as negative, which is equal to 0. This is equation number 2. Therefore RAV plus RB is equal to 50. The third equilibrium equation is sigma M is equal to 0. Moment at any point equal to 0. We can take any point A, B, C, D, E, whichever point you can take, but here I am going to take moment at A. We know the equation for moment is equal to force into perpendicular distance, and clockwise moment is taken as positive and anti-clockwise moment is taken as negative. അപ്പോൾ RB ഉണ്ട് പോയിന്റ് എയിലുണ്ടാവുന്ന മൊമെൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് RB ഇൻറ്റു ഡിസ്റ്റൻസ്. RB എന്ന് പറയുന്നത് അപ്വേർഡാണ്, പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുക, വിച്ച് മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെർഫോർ മൈനസ് RB ഇൻറ്റു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 6. The next force is 40 in downward direction. Therefore the moment will be acting in this direction.
ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഫോഴ്സ് താഴേക്കാണ് അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പ്ലസ് 40 force into distance that is 4. The next force is 10 Newton that is also acting in clockwise direction, therefore 10 into 2 20. The RH and RAV are acting through the point A, therefore there is no moment due to this RH and RAV, which is equal to 0. From this equation we get RB is equal to 16.67 Newton. Put this value equation 2, from which we get RAV is equal to 13.33 Newton. Already we know RH is equal to 0, therefore RA is equal to root of RAH square plus RAV square, which gives RA is equal to 13.33 Newton. Unit എഴുതാൻ മറക്കരുത്, so important. Next, we are going to study a different problem. We are going to do, hope you can see the figures completely. Okay, in this problem we have one uniformly distributed load, one point load and one moment. Okay, it's a new type of beam with a moment or a couple. First we have to draw the free body diagram. First hinge joint, there is two reaction, one vertical and one horizontal. Then there is a moment, we draw the moment accordingly. Then there is a point load 10 kilonewton load. Then there is a uniformly distributed load. We have to convert this uniformly distributed load into a point load. That point load will be acting through the centroid of dB. We know this length has the uniformly distributed load, therefore the total load will be acting through the centroid of dB. dB എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. dBന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് dBന്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. പോയിന്റ് E എന്ന് പേര് കൊടുത്തു. ഇവിടെയാണ് ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുക, ഡൗൺവേർഡ് ഡയറക്ഷൻ. ടോട്ടൽ ലോഡ് എത്രയാണ് വരിക? 1 kilonewton per meter ആണ്. ഓരോ മീറ്ററിലും 1 kilonewton ഉണ്ട്. അങ്ങനെ 3 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് is equal to 1 into 3, that is 3 kilonewton load. Then there is a roller support, therefore one reaction, that is RB. Then write the equilibrium equation. First equation, sigma H is equal to 0. There is only one horizontal force, therefore RAH is equal to 0. The next equilibrium equation, sigma vertical force, that is all sum of vertical force equal to 0. Vertical force, there are 4 different forces. RAV, positive direction. 10 kilonewton load meter എന്ന് പറയുന്നത് ലോഡാണോ? അല്ല, അത് ഇറ്റ്സ് എ മൊമെൻറ്റ്. സോ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം എടുക്കുമ്പോൾ മൊമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺവേർഡ് ഡയറക്ഷനിൽ -10, ഡൗൺവേർഡ് ഡയറക്ഷനിൽ -3, അപ്വേർഡ് ഡയറക്ഷനിൽ RB. The sum of all this force is equal to 0. Therefore RAV plus RB is equal to 13. This is equation number 1. Okay. Third equilibrium equation is sigma M is equal to 0. That is moment at any point is equal to 0. Here we are going to take moment at A. First force RB ആണ്. It's എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു എൻഡിൽ നിന്ന് മൊമെൻ്റ് എടുത്ത് തുടങ്ങണതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ഫോഴ്സുകളൊന്നും മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു എൻഡിൽ നിന്നാണ് തുടങ്ങുക. RB തൊട്ട് ഈ ഒരു എൻഡ് വരെ പോകും. അപ്പോൾ ഫസ്റ്റ് RB എടുത്തു. RB ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, കാരണം അപ്വാർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ്. പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് ഫോഴ്സ്, ഇവിടെയാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് മൊമെൻ്റ് വരിക. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് -RB ഇൻറ്റു ഡിസ്റ്റൻസ് 3. ഇത് 1.5 meter. 333, that is 8. Then 3 kilonewton ആണ് അടുത്തത്. ഈ 3 kilonewton ഡൗൺവേർഡ് ആണ്. പോയിന്റ് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ +3 ഇൻറ്റു ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 5, 6.5. അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞത് 10 ആണ്. ഈ 10 kilonewton പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് +10 ഇൻറ്റു 5. അടുത്തതുള്ളത് സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സം ഓഫ് മൊമെൻ്റ് എടുക്കുന്നത്. മൊമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ മൊമെൻ്റ് കൺസിഡർ ചെയ്യണം. ഫോഴ്സ് എടുക്കുമ്പോൾ മൊമെൻ്റ് കൺസിഡർ ചെയ്യണ്ട.
ഈ 10 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലുള്ളൊരു മൊമെൻറ്റാണ്. ഈ 10നോട് പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ഉണ്ടാവും അല്ല, ഫോഴ്സിനെ മൊമെൻ്റ് ആക്കാനാണ് ഡിസ്റ്റൻസിനോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ഒരു മൊമെൻ്റ് ആണ്. സോ വി ക്യാൻ ഡയറക്ട്ലി ആഡ് ഓർ സബ്സ്ട്രാക്ട് ദ മൊമെൻറ്റ്. സിൻസ് ഇറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, വി ഡയറക്ട്ലി ആഡ് ദ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് +10 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ RB is equal to 9.94 Newton എന്ന് കിട്ടും. Put this in equation 1, കിലോ ന്യൂട്ടൺ ആണ്, സോറി, ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ RAV is equal to 3.06 kilonewton കിട്ടും. We already know RAH is equal to 0. Therefore, RA is equal to root of RAH square plus RAV square. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.06 kilonewton എന്ന് കിട്ടും. Okay, hope every get this problem. Next we are going to study a different problem. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഈ പ്രോബ്ലത്തിലൊരു വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും നമുക്ക് ലോഡ് ബീമിലാണ് തരല്. ഈ 20 kilonewton ലോഡ് ബീമിൽ നിന്ന് 1 meter വെർട്ടിക്കലിനും 2 meter ഹൊറിസോണ്ടലിലും മാറിയിട്ടുള്ളൊരു പോയിന്റിലാണ് 20 kilonewton ലോഡ് തന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം, രണ്ട് തരത്തിൽ ചെയ്യാം. കുറച്ച് ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, വെർട്ടിക്കൽ ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ട്രാൻസ്മിസിബിലിറ്റി ഫോഴ്സ് എന്താ? എ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ നെറ്റ് ഇഫക്റ്റ്. ഒരു ഫോഴ്സിന് ഇപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലി താഴേക്ക് മൂവ് ചെയ്യുന്നൊരു ഫോഴ്സിനെ ഈ ഫോഴ്സ് പോകുന്ന ലൈനിൽ എവിടേക്ക് വേണമെങ്കിലും മാറ്റാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നൊരു ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ചെരിഞ്ഞ ലൈനിൽ എവിടെ വേണമെങ്കിലും ഈ ഫോഴ്സിനെ മാറ്റി വരയ്ക്കുക വിത്തൗട്ട് ചേഞ്ചിങ് ദ എഫക്റ്റ്. ദ തിയറം ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഫസ്റ്റ് മൊഡ്യൂളിലെ ന്യൂട്ടണിലെ അതായത് ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ ഹിഞ്ച് ജോയിൻ്റ് ആണ്, 2 സപ്പോർട്ട് റിയാക്ഷൻസ് വരച്ചു, പോയിൻ്റ് ലോഡ് വരച്ചു. ഈ ഒരു ലോഡിനെ ഞാൻ എന്ത് ചെയ്തു, 20 Newton ലോഡിനെ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ അത് ബീമിലെ ഈ എൻഡിൽ വന്ന് മുട്ടി. ഇഫക്റ്റിലൊന്നും ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 20 kilonewton എന്നുള്ള ലോഡ് ഇവിടെ വരയ്ക്കണ പകരം ഈ ലൈനിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പോയിന്റ് എയിൽ മീറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് സാധാരണ ബീമായി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ബീമായി എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ സിഗ്മ H is equal to 0 ചെയ്യുമ്പോൾ RAH is equal to 0 കിട്ടും. സിഗ്മ V equal to 0 ചെയ്യുമ്പോൾ RAV plus RA is equal to 30 എന്ന് കിട്ടും. മൊമെൻ്റ് അറ്റ് A എടുക്കുമ്പോൾ എന്ത് വരും? ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് RA എടുത്തു, ദാറ്റ് ഈസ് മൈനസ് RA ഇൻറ്റു ഡിസ്റ്റൻസ് 6, പിന്നെ 20 എടുത്തു, ദാറ്റ് ഈസ് പ്ലസ് 20 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് RAൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് RA ഈസ് ഈക്വൽ ടു RB ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 23.33 kilonewton എന്ന് വന്നു. ബി എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഈ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് RAV ഈസ് ഈക്വൽ ടു 6.67 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഒരു വെറൈറ്റി പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസും നമ്മൾ എപ്പോഴും സോൾവ് ചെയ്തിട്ട് തന്നെ പഠിക്കണം, എന്തെങ്കിലേ നമുക്ക് എക്സാമിന് ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കുക. AB എന്ന് പറഞ്ഞൊരു ബീമുണ്ട്. AB എന്ന് പറഞ്ഞ ബീമിൽ ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഹിഞ്ച് ജോയിൻറ്റിന് 2 റിയാക്ഷൻസ് വരച്ചു, RAH RAV. 10 Newton എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലോഡാണ്. പിന്നെ തന്നത് 4 Newton, ഒന്ന് റൈറ്റ് ഡയറക്ഷനിലും ഒന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലും. ബീമിലല്ല തന്നത്, ഒരു 1 meter ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ 2 ലോഡ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വരച്ചിട്ട് കാര്യമുണ്ടോ?
ഇല്ല, ഇതൊരിക്കലും നമ്മളെ ബീമിൽ ടച്ച് ചെയ്യില്ല. നമുക്ക് എല്ലാ ഫോഴ്സുകളും ബീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ നമ്മൾ മാറ്റി വരയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതൊരിക്കലും പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ചാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ബീമിൽ കോയിൻസൈഡ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊന്നുകൂടി നോക്കി, ഇത് എന്താ 2 ഈക്വൽ ഫോഴ്സസ് ആണ്. 4 ന്യൂട്ടൺ ആണ്, 4 ന്യൂട്ടൺ ആണ്. 2 ഈക്വൽ ന്യൂട്ടൺ ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണോ സെയിം എന്താണ് ആക്ടിങ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ